ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പാർട്ട് 2-നകത്ത് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നവകേരള സൃഷ്ടിക്കായി എന്ന ചാപ്റ്ററാണ്. നവകേരള സൃഷ്ടിക്കായി നോക്കി ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ, കെട്ടില്ലാത്തോർ, തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ഇത് നമ്മുടെ മഹാകവി കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ്. ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ് മുകളിൽ തന്നിരിക്കുന്നത്. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കുമാരനാശാൻ്റെ ഏത് കൃതിയിലെയാണ് ഈ തന്നിരിക്കുന്നത് കോട്ടെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഈ വരികൾ പറഞ്ഞിട്ട് ഇത് ഏത് കൃതിയിലെയാണെന്ന് ചോദിക്കാം. ആരാണ് എഴുതിയതെന്ന് ചോദിക്കാം. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻസ് ഈ ഒറ്റ കോട്ടിൽ നിന്നും മാത്രം ചോദിക്കാം. അടുത്തത് നോക്കിക്കേ. മഹാകവി കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ ഏതാനും വരികളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വരികളിൽ നിന്ന് അന്നത്തെ കേരളത്തിലെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, അവിടെ അയിത്തം ഉണ്ടായിരുന്നു. എന്തെല്ലാം ദുരാചാരങ്ങളാണ് കേരളീയ സമൂഹത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണെന്ന് ജാതി വിവേചനം കേരളത്തിലുണ്ടായിരുന്നു എന്ന് ആ വരികളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കാം. ജാതി വിവേചനം, ശൈശവ വിവാഹം അല്ലേ, കൊച്ചു പിള്ളേരെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് അയച്ചുകളയും, അതാണ് ശൈശവ വിവാഹം. അപ്പം ജാതി വിവേചനം, ശൈശവ വിവാഹം, പിന്നെ വേറെ എന്തൊക്കെ അറിയാം, സത്യപരീക്ഷ. നമ്മൾ കേട്ടിട്ടുണ്ട്, എണ്ണയ്ക്കകത്ത് കൈ പിടിച്ചിട്ട് മുക്കുന്ന ഒരു സമ്പ്രദായം. അപ്പം കൈ പൊള്ളിയില്ലെങ്കിൽ സത്യം പറഞ്ഞത്, പൊള്ളിയ സത്യം കള്ളമാണ് പറഞ്ഞത്. ഒരിക്കലും നമുക്കൊരു ഇതുമില്ലാത്തൊരു സംഭവമായിരുന്നു അവിടെ നടത്തിയിരുന്നത്, സത്യപരീക്ഷ എന്ന് പറയുന്നത്. പിന്നെ പുളികുടി എന്ന് പറയുന്ന ഒരു അനാചാരം ഉണ്ടായിരുന്നു. പുളികുടി എന്ന് വെച്ചാൽ മരിച്ചവരുടെ പിന്നെ നമ്മൾ കൊലവിളി എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ പുളികുടി, പിന്നെ താലികെട്ട് കല്യാണം, അതൊക്കെ അനാചാരങ്ങളായിരുന്നു. താലികെട്ട് കല്യാണം, തിരണ്ടു കല്യാണം, അതുപോലെ മണ്ണാപ്പേടി പുലപ്പേടി, പിന്നെ സ്മാർത്ത വിചാരം, മടലേറ്, കുടികാരി സമ്പ്രദായം, പിന്നെ കീഴ്ജാതിക്കാരിലെ വസ്ത്രധാരണത്തിലെ വിവേചനം, ശുചീന്ദ്രൻ കൈമുക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അനാചാരങ്ങളിൽ പെടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ജാതി വിവേചനവും ശൈശവ വിവാഹവും ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാനൊന്ന് ആഡ് ചെയ്തേക്കാം. പുളികുടി, സത്യപരീക്ഷ, താലികെട്ട് കല്യാണം, അങ്ങനെ 2-3 പോയിൻറ്റ്സും കൂടെ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ നടന്ന അനാചാരങ്ങളാണ് അല്ലേ. ജാതി വിവേചനം, ശൈശവ വിവാഹം, സത്യപരീക്ഷ, പുളികുടി, താലികെട്ട് കല്യാണം മുതലായവ. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക തിന്മകളും അവസര നിക്ഷേപങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നു. വസ്ത്രം, ജോലി, പാർപ്പിടം, എന്തൊക്കെയാണ് വസ്ത്രം, ജോലി, പാർപ്പിടം, ഭാഷ, പേര് തുടങ്ങി പല കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ജോലി, പാർപ്പിടം, ഭാഷ, പേര്, ഇതിലെല്ലാം. പേരിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതൊന്നുണ്ട്. നമ്മുടെ വൈകുണ്ഠസ്വാമി, അദ്ദേഹത്തിന് മുടിചൂടും പെരുമാളെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുകാരിട്ടിരുന്ന പേര്. എന്നാൽ അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പേര് മാറ്റിച്ചു. അപ്പോൾ ആ പേരിൻ്റെ കാര്യത്തിൽ വിവേചനം ഉണ്ടായിരുന്നു. ഭാഷയുടെയും പാർപ്പിടത്തിൻ്റെയും ജോലിയുടെയും വസ്ത്രത്തിൻ്റെയും കാര്യങ്ങളിലെല്ലാം വിവേചനം പ്രകടമായിരുന്നു. കൂടാതെ സ്ത്രീകൾക്ക് അവസര സമത്വം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് എല്ലായിടത്തും തുല്യത ഇല്ലായിരുന്നു. ഇത്തരം സാമൂഹികാവസ്ഥ നിലനിന്നിരുന്നത് കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പം നമ്മുടെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. കാരണം ഇതൊക്കെ തന്നെ.
നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരം ദുരാചാരങ്ങൾ നിലവിലുണ്ടോ? ഓക്കെ, അങ്ങനെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും നിലനിന്നിരുന്ന ദുരാചാരങ്ങളെയും അവയ്ക്കെതിരെ രൂപം കൊണ്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അതൊന്നും വേണ്ട. ഇനി നമുക്ക് അയിത്തത്തിനെതിരെ കിണറുകൾ. എന്തായിരിക്കും അയിത്തത്തിനെതിരെ കിണർ? നമ്മൾ വിചാരിക്കും അല്ലേ? കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ നമ്മുടെ ആദ്യകാല ഒരു നവോത്ഥാന നായകൻ ആയിരുന്നു നമ്മുടെ വൈകുണ്ഠസ്വാമികൾ എന്നാണ് പറയുന്നത്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം, വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലം കന്യാകുമാരിയിലെ ശാസ്താംകോയിലെ വൈകുണ്ഠസ്വാമി. കന്യാകുമാരി ശാസ്താംകോയിൽ എപ്പോഴെങ്കിലും ഓർത്തിരിക്കാം. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. സവർണജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെടുന്നവർക്ക് അവകാശം ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവരും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പോൾ നമ്മുടെ വൈകുണ്ഠസ്വാമികൾ ഒരു കിണറുണ്ടാക്കി. എന്തിനാ? സവർണജാതിക്കാർ ഉപയോഗിക്കുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ ഈ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെടുന്നവർക്ക് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പം രണ്ട് സവർണരുമുണ്ട്, അവർണരുമുണ്ട്. സവർണ ജാതിക്കാർക്ക് എന്തിനുള്ള അവകാശമില്ല? അവർക്ക് ഈ കിണറ്റിൽ നിന്നും വെള്ളം കോരാനുള്ള അവകാശമില്ല. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടൊരു കിണർ നമ്മുടെ വൈകുണ്ഠസ്വാമി കുഴിച്ചു. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ, സവർണരെന്നോ അവർണരെന്നോ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം. എന്താണ് സമപന്തി ഭോജനം? സമപന്തി ഭോജനം ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. കൂടാതെ അദ്ദേഹം മേൽമുണ്ട് ധരിക്കാൻ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം സംഘടന സ്ഥാപിച്ചു. പന്തിഭോജനം ആരുടെ? വൈകുണ്ഠസ്വാമികളുടെ. സമത്വ സമാജം ആരുടെ? അതും വൈകുണ്ഠസ്വാമിയുടെയാണ് കേട്ടോ. ഇതൊരു സംഘടനയാണ്, സമത്വ സമാജം. തിരുവിതാംകൂറിൽ അവർണ വിഭാഗങ്ങളിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി കേട്ടോ. ചാന്നാർ ലഹള നമ്മൾ കേട്ടിട്ടുണ്ട്. മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള. മാറുമറയ്ക്കാനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ചാന്നാർ ലഹള അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ അയ്യങ്കാളി പിന്നീട് വന്ന നവോത്ഥാന നായകനാണ്. അതിനു മുന്നേ തന്നെ ഈ നമ്മുടെ വൈകുണ്ഠസ്വാമികൾ ഇതിനെതിരെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. വേല ചെയ്താൽ കൂലി കിട്ടണം. എന്താണ്? വേല ചെയ്താൽ കൂലി കിട്ടണം.
ഈ എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. അപ്പം ഇങ്ങനെ ചോദിക്കാം, വേല ചെയ്ത കൂലി കിട്ടണം എന്ന് പറയുന്നത് ആരാണ് പറഞ്ഞത്? വൈകുണ്ഠസ്വാമികൾ. പന്തിഭോജനം ആരുടെയായിരുന്നു? പന്തിഭോജനം വൈകുണ്ഠസ്വാമിയുടെയാണ്. സമത്വ സമാജം ആരുടെ? സമത്വ സമാജം അതും വൈകുണ്ഠസ്വാമിയുടെയാണ്. വേല ചെയ്ത് കൂലി കിട്ടണം അതാരുടെയാണ്? വൈകുണ്ഠസ്വാമിയുടെയാണ്. പന്തിഭോജനം നടത്തി, സമത്വ സമാജം നടത്തി, വേല ചെയ്ത കൂലി കിട്ടണം. പിന്നെ മേൽമുണ്ട് ധരിക്കലിന് പ്രചോദനം നൽകിയത് നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. ബ്രിട്ടീഷ് ഭരണത്തോട് ഉള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അപ്പം വെണ്ണീജ ഭരണം, വെളുത്ത നീചന്മാരുടെ ഭരണം, വെണ്ണീജ ഭരണം എന്ന് നമ്മുടെ തിരുവിതാംകൂറിലെ ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, അടുത്തത് വിദ്യയും വിത്തവും. ജാതി മത വർഗ വിവേചനത്തിനെതിരായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്ന ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് ജനിച്ചത്. വൈകുണ്ഠസ്വാമി എവിടെയാണ് ജനിച്ചത്? കന്യാകുമാരിക്ക് അടുത്തുള്ള എവിടെയായിരുന്നു? നോക്കാം. ഓക്കെ, എവിടെയാണ്? ശാസ്താംകോയിൽ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്.